ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله فإن خير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وأقبل بعضهم على بعض يتساءلون قالوا إنا كنا قبل في أهلنا مشفقين ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുവിൻ്റെ നിയമവിധികൾ ജീവിതത്തിൽ ഉടനീളം സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. കഴിഞ്ഞ ആഴ്ച വിവാഹവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില ധാരണകൾ, എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായും മാനസികമായും അതിൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്ന് നാം അനാവരണം ചെയ്യുകയുണ്ടായി. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശാരീരിക ആവശ്യത്തോടൊപ്പം തന്നെ മാനസികമായ അവന് പരിപോഷണം നൽകുന്ന, അവന് സംരക്ഷണം നൽകുന്നത് കൂടിയാണ് യഥാർത്ഥത്തിൽ വിവാഹം എന്നുള്ളത്. അപ്രകാരം തന്നെ സാമൂഹ്യപരമായ, സാമ്പത്തികപരമായ, അതോടൊപ്പം തന്നെ ആത്മീയപരമായ രീതിയിലും വിവാഹ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെതായ സവിശേഷതകൾ, പ്രത്യേകതകൾ നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. സമൂഹത്തിൽ ഇടപെടാതെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുക പ്രയാസകരം. സമൂഹത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് അത് കുടുംബമാണ്. കുടുംബം ഉടലെടുക്കുന്നതോടുകൂടിയാണ് സമൂഹത്തിന്റെ ആദ്യ പടി എന്ന് നമുക്ക് അതിനെ വിശേഷിപ്പിക്കാവുന്നത്. വിവാഹത്തിലൂടെ രണ്ട് വ്യക്തികൾ മാത്രമല്ല ഒന്നാവുന്നത്, രണ്ട് കുടുംബങ്ങൾ, അതുപോലെ തന്നെ ആ കുടുംബത്തിന്റെ മറ്റു കുടുംബാംഗങ്ങളൊക്കെ തന്നെ വൈവാഹിക ജീവിതത്തിലൂടെ കുടുംബമായി രൂപാന്തരപ്പെടുകയാണ്. അത് സമൂഹത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റിന് കൂടുതൽ വ്യാപ്തി നൽകുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ സോഷ്യോളജി വിഭാഗവുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയ ആളുകളൊക്കെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നതായി കാണാൻ കഴിയും. സുസ്ഥിരതയും സമാധാനവുമുള്ള ഒരു കുടുംബത്തിൽ, കുടുംബാന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സാമൂഹ്യ ബന്ധങ്ങൾ ഇതര വ്യക്തികളിൽ നിന്ന് കൂടുതൽ ശക്തമായിരിക്കുന്നതാണ്. സമൂഹത്തിൽ ഓരോ സന്ദർഭത്തിലും ഏത് രീതിയിൽ ഇടപെടേണ്ടതുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകൾ, വിവിധ വ്യവഹാരങ്ങളിൽ ഏതായിരിക്കണം അയാളുടെ റോൾ എന്ന് വളരെ കൃത്യമായി കുടുംബത്തിൽ നിന്ന് അയാൾ സ്വാംശീകരിച്ചിട്ടുണ്ടാവും. കുടുംബത്തിൽ നിന്ന് അയാൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ സമൂഹജീവി എന്ന നിലയ്ക്ക് സമൂഹത്തിൽ കൂടുതൽ നല്ല ഇടപെടലുകൾ നടത്തണമെങ്കിൽ ഒരു വ്യക്തിക്ക് കുടുംബം ഉണ്ടായേ തീരുക. വിവാഹം എന്നുള്ളത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഉടമ്പടി, കരാറാണെങ്കിൽ തന്നെ അത് യഥാർത്ഥത്തിൽ നടപ്പാക്കുന്നത് സമൂഹവുമായി ബന്ധപ്പെട്ട, നമുക്കറിയാം, സാമൂഹ്യമായ ഒരു ബാധ്യതയായിട്ടാണ് വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നത്. വ്യക്തിഗതമല്ല, വ്യക്തിഗതമായാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുഭവിക്കുന്നത് എങ്കിൽ കൂടി സാമൂഹ്യമായി ഒരു സമൂഹത്തിന്റെ ബാധ്യതയായാണ് വിശുദ്ധ ഖുർആൻ അതിനെ വിശേഷിപ്പിക്കുന്നത്. നമുക്കറിയാം, സൂറത്ത് നൂറിലൂടെ അല്ലാഹു പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും, വഅൻകിഹുൽ അയാമ മിൻകും മിനസ്സാലിഹീന മിൻ ഇബാദികും വഇബാദികും, നിങ്ങളിൽ നിന്ന് അടിമകളായ വ്യക്തികൾ, അതോടൊപ്പം തന്നെ സൽവൃത്തരായ സമൂഹത്തിലെ വിവിധ ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരെ നിങ്ങൾ വിവാഹിതരാക്കുക, അവർക്ക് നിങ്ങൾ
വിവാഹം ചെയ്തു കൊടുക്കുക. പലപ്പോഴും വിവാഹത്തിന് തടസ്സമായി പറയുന്ന ചില ന്യായങ്ങളുണ്ട്, അത് സാമ്പത്തികമാകാം. അവിടെ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ഇടപെടൽ നടത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഈ യഖൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി, അവർ ദരിദ്രരാണെങ്കിൽ അള്ളാഹു അവന്റെ പ്രത്യേകമായ ധന്യത കൊണ്ട്, അനുഗ്രഹം കൊണ്ട് അവരെ ധന്യരാക്കും എന്നുള്ളതാണ്. അപ്പോൾ വിവാഹത്തെ ഇവിടെ വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നത് ഒരു സാമൂഹ്യ ബാധ്യത, സമൂഹത്തിലെ ആളുകളുടെ ഉത്തരവാദിത്തം എന്നായിരിക്കണം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, 3 കാര്യങ്ങൾ അതിന്റെ സമയമെത്തിയാൽ പിന്നീട് ഒരിക്കലും തെറ്റിക്കരുത്. അതിൽ ഒന്നാമതായി പറഞ്ഞത് നമസ്കാരം, അതിന്റെ സമയമെത്തിയാൽ അതിൽ നിന്ന് പിന്തിക്കരുത് എന്നാണ്. എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന് വളരെ കൃത്യമായ കണിശമായ സമയക്രമം, ആ സമയക്രമത്തിൽ അത് ചെയ്തു തീർക്കുക എന്നുള്ളത് വിശ്വാസിയുടെ ബാധ്യതയാണ്. ഖുർആൻ തന്നെ പറയുകയുണ്ടായി. തീർച്ചയായും നമസ്കാരം എന്നുള്ളത് വിശ്വാസികളുടെ മേൽ സമയബന്ധിതമായി നിർണീതമായ സമയത്ത് പൂർത്തീകരിക്കാൻ നിർബന്ധമാണ്. അപ്രകാരം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കൽപ്പിക്കപ്പെട്ട രണ്ടാമത്തെ കാര്യം വിവാഹം പ്രായമെത്തിയ വ്യക്തികൾക്ക് പെട്ടെന്ന് വിവാഹം ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അതൊരു കൽപ്പന രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് കൽപ്പിക്കുക, ഉപദേശിക്കുക. അപ്പൊ അതിൽ നിന്ന് അതിന്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അപ്പോൾ അതൊരു സാമൂഹ്യ ബാധ്യതയാണ്, സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്ന തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നാം സൂചിപ്പിച്ച രീതിയിൽ സമൂഹവുമായി കൂടുതൽ മെച്ചപ്പെട്ട ഇടപെടലുകൾ നടത്തണമെങ്കിൽ അയാൾക്ക് ഒരു കുടുംബം ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് ഇതിൽ നിന്നൊക്കെ നാം തിരിച്ചറിയുന്നത്. അതോടൊപ്പം തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിവാഹം അയാൾക്ക് സാമ്പത്തികമായ സുരക്ഷിതത്വം നൽകുന്നു എന്ന് സാമൂഹ്യ ശാസ്ത്ര പഠനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഭീമമായ വലിയ സംഖ്യ ചെലവായുള്ളതായിട്ടാണ് നമുക്കൊക്കെ നമ്മുടെ മനോമുഖരങ്ങളിലേക്ക് വരുന്ന ഒരാശയം. വിവാഹവും അതിനോട് അനുബന്ധിച്ചുണ്ടാകുന്ന ചില പ്രത്യേക ആചാരങ്ങൾ, അത് നമുക്ക് വരുത്തി വെക്കുന്ന ഭീമമായ ചിലവുകൾ, അതിനെക്കുറിച്ചാണ് നാം ചിന്തിക്കാറ്. അതുപോലെ തന്നെ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിന്റെ ചിലവുകൾ, അതൊക്കെ തന്നെ വളരെ വലിയ ഒരു ബേഡനായി അല്ലെങ്കിൽ ഒരു വലിയ ഭാരമായി കാണുന്ന സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ സാമൂഹ്യ ശാസ്ത്ര രംഗത്തൊക്കെ പഠനം നടത്തിയ ആളുകളെ സംബന്ധിച്ചോളം അവർ പറയുന്നത് വിവാഹം ഒരു മനുഷ്യനെ കൂടുതൽ സമ്പന്നനാക്കുന്നു. അവിവാഹിതനായ ഒരു വ്യക്തിയേക്കാൾ കൂടുതൽ 10% മുതൽ 40% വരെ സാമ്പത്തികമായ ഉന്നതി വിവാഹം കഴിച്ച വ്യക്തിക്കുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ആലോചിച്ചത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടത്. വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ഉത്തരവാദിത്ത ബോധം വരികയാണ്. ഇനി ഞാൻ മാത്രമല്ല, എന്റെ ഇണയെ കൂടി ഞാൻ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന ചിന്ത അയാൾ ഉടലെടുക്കുകയാണ്. രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിൽ തന്നെ പിന്നീട് ഉണ്ടാവാൻ പോകുന്ന മക്കൾക്ക് വേണ്ടി, അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി സ്വാഭാവികമായും അവർ പ്രവർത്തിക്കും. അപ്പോൾ അവർക്ക് കൂടുതൽ സാമ്പത്തികമായ ഉയർച്ചയുണ്ടാകും എന്ന് വിശുദ്ധ സാമൂഹ്യ ശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ തന്നെ പറയുന്നതായിട്ട് കഴിയും. ഇനി നോക്കൂ, ഇസ്ലാമിനെ കുറിച്ച് ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുമ്പോഴും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. നേരത്തെ നാം സൂചിപ്പിച്ച ആയത്തിൽ അള്ളാഹു പറയുന്ന ഒരു കാര്യമാണ്, അവർ ദരിദ്രരാണ്, അള്ളാഹു അവന്റെ ധന്യത കൊണ്ട്, അവന്റെ ഫദ്ല് കൊണ്ട് അവരെ ധന്യരാണ്. അള്ളാഹു അങ്ങേയറ്റം വിശാലും അതുപോലെ തന്നെ സൂക്ഷ്മമായി കാര്യങ്ങൾ അറിയുന്നവരാണ്. നമ്മൾ ആലോചിച്ചു, വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ഒരു വ്യക്തി ദരിദ്രനാവുകയില്ല, മറിച്ച് അള്ളാഹുവിൽ നിന്നുള്ള ഫദ്ല് അയാൾക്ക് അനുഗ്രഹമായി വരും എന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നത്. സമ്പത്ത് എന്ന് പറയുമ്പോൾ നമ്മളെയൊക്കെ തന്നെ കാഴ്ചപ്പാടിൽ വലിയ ഭീമമായ ഒരു തുക എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്പന്നതയെ കുറിച്ച് പറഞ്ഞത് ലൈസൽ ഗിനാ ബികസറത്തിൽ മാൽ വലാകിനൽ ഗിനാ ബിഗിനൽ നഫ്സ്. സമ്പത്തിന്റെ ആധിക്യമല്ല ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ധന്യത, മറിച്ച് അയാളുടെ മാനസികമായ ഐശ്വര്യമാണ് അയാളെ സംബന്ധിച്ചിടത്തോളം ധന്യത. ആ നിലക്ക് ചിന്തിക്കുമ്പോൾ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അയാൾക്ക് കൂടുതൽ മാനസികമായ ഐശ്വര്യം ഉണ്ടാകും എന്നുള്ളത് വളരെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെ നമ്മൾ ആലോചിച്ചു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു പറയുന്നതായി, സലാസത്തു ഹഖ്ഖുൻ അലല്ലാഹി ഔലഹു, 3 ആളുകളെ സഹായിക്കുക എന്നുള്ളത് അല്ലാഹു അവന്റെ ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു. ഒന്നാമതായി പറയുന്നത് വന്നാകിഹു യുരീദുൽ അഫാൽ, പാതിവൃത്യം ലക്ഷ്യം വെച്ചുകൊണ്ട് വിവാഹം കഴിക്കുന്ന ഒരു വ്യക്തി. വൽ മകാതിബു യുരീദു അൽ അദാ,
ചില സന്ദർഭങ്ങളിൽ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ അടിമത്ത സമ്പ്രദായമുണ്ട്. മോചനദ്രവ്യം നൽകിക്കൊണ്ട് താൻ മോചിപ്പിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സമയം നിശ്ചയിച്ചുകൊണ്ട് ഇന്ന സമയത്തിനകം നിങ്ങളുടെ മോചനദ്രവ്യം ഞാൻ നൽകിക്കോളാം എന്ന കരാറിൽ ഏർപ്പെടുകയും അങ്ങനെ മോചനം ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ സഹായിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു ബാധ്യതയായിട്ട്. മൂന്നാമതായി നമുക്ക് കാണാൻ കഴിയും അൽ മുജാഹിദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തി. അപ്പൊ ഈ മൂന്നാളുകളെ സഹായിക്കുക എന്നുള്ളത് അള്ളാഹു ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിവാഹം എന്നുള്ളത് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന കാര്യമല്ല, മറിച്ച് അള്ളാഹുവിൽ നിന്നുള്ള സഹായം ലഭിക്കും എന്നുള്ള ബോധമാണ് അയാളെ മുന്നോട്ട് നയിക്കുന്നത്. അത്തരം ചിന്താഗതികൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായും ഞാൻ വിവാഹത്തിലൂടെ ദരിദ്രനാകും പോകും എന്ന ചിന്തയല്ല, മറിച്ച് എനിക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം ഉണ്ടാകും എന്നുള്ള ബോധ്യമാണ് അയാൾക്ക് ഉണ്ടാകുന്നത്. ആ സഹായം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അയാൾ അതിനുവേണ്ടി അധ്വാനിക്കുക എന്നുള്ളത് വളരെ പരമപ്രധാനമായ ഒരു കാര്യമാണ്. കേവലം എനിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് സഹായം ലഭിക്കും എന്ന് പറഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്ന് അതിനർത്ഥമില്ല. കൂടുതൽ അയാൾക്ക് പരിപോഷണം നൽകുന്ന അല്ലെങ്കിൽ അയാൾക്ക് അഭിവൃദ്ധി ഉണ്ടാകത്തക്ക രീതിയിൽ അയാൾ കൂടുതൽ അധ്വാനിക്കണം എന്നുള്ള ഒരു സന്ദേശം കൂടി ഇതിൽ നിന്ന് നാം തിരിച്ചറിയേണ്ടത്. സ്വാഭാവികമായും ഇങ്ങനെ ഒരു നന്മ ഉദ്ദേശിച്ചുകൊണ്ട്, പാതിവൃത്യം ഉദ്ദേശിച്ചുകൊണ്ട് വിവാഹം കഴിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ നിന്നുള്ള സഹായം ഉണ്ടാകുമെന്നുള്ളത് അള്ളാഹുവിന്റെ വാഗ്ദാനം. അയാൾ കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി അതോടൊപ്പം തന്നെ ഒരു കുടുംബത്തിൽ ആ കുടുംബ ബജറ്റ് എങ്ങനെ മേക്കപ്പ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള ചിന്ത അയാളെ കൂടുതൽ ജോലിയിൽ വ്യാപൃതരാക്കുവാനും കൂടുതൽ അധ്വാനശീലനാക്കുവാനും അങ്ങനെ അയാളിൽ മൊത്തത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യുമെന്ന് നമുക്ക് അതിനെക്കുറിച്ച് പഠനം നടത്തിയ ആളുകൾ പറയുന്നതായി കാണാൻ കഴിയും. ഇതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിവാഹത്തിന്റെ മറ്റൊരു വശമാണ് ആത്മീയമായ വശം. ഇതര മതങ്ങൾ അതുപോലെ തന്നെ പല ഇസങ്ങളും വിവാഹം എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് വേണ്ടാത്ത കാര്യം, അല്ലെങ്കിൽ സ്ത്രീ എന്നുള്ളത് ഒരു ശകുനമായി കാണുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ വഴിതെറ്റിക്കുന്നതായി കാണുന്നതായ ചിന്താഗതികൾ നമുക്ക് കാണാൻ കഴിയും. വളരെ സിദ്ധിച്ച മതങ്ങൾ പോലും വൈവാഹിക ജീവിതം എന്നുള്ളത് ദൈവവുമായി അടുക്കാനുള്ള സാധ്യത കുറക്കുമെന്ന് ചിന്തിക്കുന്നവരാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ മതപുരോഹിതർ എന്ന് പറയുന്നവർ വിവാഹം കഴിക്കാത്തവരാണ്. ക്രിസ്തീയ ഹൈന്ദവ മതങ്ങളിലൊക്കെ തന്നെ അങ്ങനെയാണ്. എന്നാൽ ഇസ്ലാം അത് പ്രകൃതി മതമാണ്. ഈ വിവാഹത്തെ അത് പ്രോത്സാഹിപ്പിക്കുന്നു, ബ്രഹ്മചര്യത്തെ അത് നിരോധിക്കുകയും ചെയ്യുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്ന 3 ആളുകളെ കുറിച്ചുള്ള കഥ നാം പല സന്ദർഭങ്ങളിലായി കേട്ടിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാധനാ രീതികളെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ഓരോ ദിവസവും അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ചോദിച്ചറിഞ്ഞ അവർ പറയുകയുണ്ടായി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അതൊക്കെ തന്നെ മതി, നമ്മൾ അങ്ങനെ ആയാൽ പോരാ എന്ന് പറഞ്ഞ 3 ആളുകളും 3 രീതിയിൽ പ്രതിജ്ഞ എടുക്കുകയില്ല. അതിൽ ഒരാളുടെ പ്രതിജ്ഞ, ഞാൻ വിവാഹം കഴിക്കുകയില്ല, വൈവാഹിക ജീവിതം എന്നുള്ളത് അതുപോലെ തന്നെ മക്കളൊക്കെ ഉണ്ടാകുക എന്നുള്ളത് അള്ളാഹുമായുള്ള നമ്മുടെ സാമീപ്യത്തെ കുറക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കില്ല, ആരാധനാ കർമ്മങ്ങളിൽ തന്നെ ഒഴുകി ജീവിക്കുമെന്നുള്ളതാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരുടെ ഈ നടപടിക്രമത്തെ കുറിച്ച് അറിഞ്ഞ സന്ദർഭത്തിൽ അവരെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവരോട് പറയുകയുണ്ടായി, ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, എനിക്ക് കുടുംബമുണ്ട്, ഞാൻ കുടുംബത്തോടൊപ്പമാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് കുടുംബജീവിതം നയിക്കുക എന്നുള്ളത് എന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. ഒമൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി, ആർ എന്റെ സുന്നത്തിനെ പിൻപറ്റുന്നുവോ അവർ എന്നെ പിൻപറ്റിയിരിക്കുന്നു. അതുപോലെ തന്നെ ആർ എന്റെ സുന്നത്തിനെ വെറുക്കുന്നുവോ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ നമ്മൾ ആലോചിച്ചു, വിവാഹം കഴിക്കാതെ അള്ളാഹുവിന്റെ സാമീപ്യം കൂടുതൽ ഉണ്ടാക്കുക എന്ന നല്ല ലക്ഷ്യം എന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ് ഒരു പക്ഷേ ആ വ്യക്തി തീരുമാനമെടുത്തത്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ തടയുകയാണ് ചെയ്തത്. മാത്രമല്ല അത് ശരിയല്ല എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും വിവാഹം കഴിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതായി കാണാൻ കഴിയും. ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ മറ്റു ചില സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ആലോചിച്ചു, വളരെ കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞായി നമുക്ക് കാണാൻ കഴിയും, അത്തിയുല്ലാഹ ഫീ അംരിക്കും മിനൻ നിക്കാഹ്, അല്ലാഹു നിങ്ങളെ വിവാഹ കാര്യത്തിൽ എന്താണോ കൽപ്പിച്ചത് ആ കാര്യത്തിൽ അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കുക. അവൻ അള്ളാഹുവിന്റെ കരാർ അവൻ പൂർത്തീകരിക്കും. ധന്യതയിൽ നേരത്തെ നാം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോ അവിടെ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതി ഉണ്ടാവേണ്ടതില്ല. അള്ളാഹു അത് കൽപ്പനാ രീതിയായി ആണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട്
അത് നിർവഹിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയായിട്ടാണ്. അത് അംഗീകരിക്കുക, അനുസരിക്കുക എന്നുള്ളത് ബാധ്യതയായിട്ടാണ് ഈ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റസഖഹുല്ലാഹു ഇംറഅ സ്വാലിഹ ഫഖദ് അആനഹു അലാ ശത്രി ദീനി. അല്ലാഹു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു സ്ത്രീയെ അയാൾക്ക് വിവാഹം കഴിക്കാൻ അവസരം ലഭിക്കുന്നതോടുകൂടി അയാളുടെ ദീനിന്റെ പകുതി ഭാഗത്തിൽ അല്ലാഹു അവനെ സഹായിച്ചിരിക്കുന്നു. ബാക്കി ഭാഗത്ത് അവൻ അല്ലാഹുവിനെ സൂക്ഷിച്ചു കൊള്ളട്ടെ. നമ്മൾ ആലോചിച്ചു, ദീനിന്റെ പൂർത്തീകരണത്തിന്റെ പകുതിയാണ് വൈവാഹിക ജീവിതം എന്നാണ് ഈ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഇതേ രീതിയിൽ തന്നെ, ഒരാൾ വിവാഹം കഴിക്കുന്നതോടുകൂടി അയാളുടെ ദീനിന്റെ പകുതി അയാൾ പൂർത്തീകരിച്ചിരുന്നു. ബാക്കി ഭാഗത്ത് അയാൾ അല്ലാഹുവിനെ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ തിന്മയിലേക്ക് പോകാൻ ഏറെ സാധ്യതയുള്ളത് ലൈംഗികപരമായ കാര്യങ്ങളിലേക്കാണ്. അവിടെ ആ മനുഷ്യന്റെ ലൈംഗിക താല്പര്യങ്ങൾ വിവാഹങ്ങളിലൂടെ സാധൂകരിക്കപ്പെടുകയാണ്. അത്തരത്തിലുള്ള തിന്മകളിലേക്ക് പോകാനുള്ള സാധ്യത കുറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മതത്തിന്റെ പകുതി വൈവാഹിക ജീവിതത്തിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ചില പാവപ്പെട്ടവരായ ദരിദ്രരായ ആളുകൾ പറയുന്നുണ്ടായി, അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം മുഴുവൻ സമ്പന്നരായ ആളുകൾ കൊണ്ടുപോവുകയാണ്. നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അവർ ചെയ്യുന്നുണ്ട്, പക്ഷേ അവർ ദാനധർമ്മം ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നു. ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് കൂടുതൽ പുണ്യകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ അവസരമില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? സുബ്ഹാനല്ലാഹ് എന്ന് നിങ്ങൾ പറയുന്നത്, അത് നിങ്ങൾ ഉച്ചരിക്കുന്ന വലിയ ഒരു ധർമ്മമാണ്. അൽഹംദുലില്ലാഹ് എന്ന് നിങ്ങൾ ഉച്ചരിക്കുന്നത് വലിയ ഒരു ധർമ്മമാണ്. അല്ലാഹു അക്ബർ എന്ന തക്ബീർ, ആ വചനം നിങ്ങൾ ഉച്ചരിക്കുന്നത് ധർമ്മമാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, ഒരു മനുഷ്യൻ അയാളുടെ ശാരീരിക ആവശ്യം ഭാര്യയിലൂടെ നിർവഹിക്കുന്നത് പോലും പുണ്യകരമാണ്. സഹാബികൾ ചോദിക്കുകയുണ്ടായി, പ്രവാചകരെ അതെങ്ങനെയാണ് പുണ്യകരമാകുക? ഒരാൾ അയാളുടെ ലൈംഗിക കാര്യം പൂർത്തീകരിക്കുന്നത് പോലും എങ്ങനെ പുണ്യകരമാകും എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ തിരിച്ചു ചോദിക്കുകയുണ്ടായി, അവിഹിതമായ മാർഗത്തിലൂടെ വിവാഹ ജീവിതത്തിലൂടെ അല്ലാതെ ഒരു വ്യക്തി അത് നിർവഹിക്കുകയാണെങ്കിൽ അത് കുറ്റകരമാകും, തീർച്ചയായും കുറ്റകരമാകും എന്ന് അവർ പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, എങ്കിൽ വിവാഹ ജീവിതത്തിലൂടെ അത് പൂർത്തീകരിക്കുന്നത് പുണ്യകരമാണ്. അപ്പൊ നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്, വൈവാഹിക ജീവിതത്തോടുള്ള വിമുഖത എന്നുള്ളത് ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമല്ല, മറിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അത് കൂടുതൽ അതിനെ എൻകറേജ്മെന്റ് ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇസ്ലാമിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും അതുപോലെ തന്നെ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെയൊക്കെ തന്നെ പ്രാധാന്യമുണ്ടെങ്കിൽ തന്നെ, നേരത്തെ കഴിഞ്ഞ ആഴ്ച നാം സൂചിപ്പിച്ചതുപോലെ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പുതിയ തലമുറ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആകുലതകളുണ്ട്. ഇങ്ങനെയൊക്കെ പ്രാധാന്യവും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട രീതിയിലുള്ള പരാമർശങ്ങളും ഉണ്ടായിട്ടും എന്തുകൊണ്ട് പല വിവാഹങ്ങളും തകർന്നു പോകുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിലുള്ള മാതൃകകൾ സ്വന്തം മാതാപിതാക്കളുടേതാകാം, അവർ പരസ്പരം കലഹിക്കുന്ന അല്ലെങ്കിൽ വീട്ടിൽ എപ്പോഴും അസ്വസ്ഥതയുണ്ടാകുന്ന, സമാധാനവും ശാന്തിയുമില്ലാത്ത ഒരു സാഹചര്യമാകാം അത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ തങ്ങളുടെ സമപ്രായക്കാരായ ചില ആളുകൾ വിവാഹം കഴിച്ച് അത് തകർന്ന അനുഭവങ്ങളാവാം അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. അതുപോലെയുള്ള ഒരുപാട് ഘടകങ്ങളുണ്ടാകും. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണ്. ഭക്ഷണം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് വളരെ ആവശ്യമാണ്. ഭക്ഷണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന നമ്മുടെ ആരോഗ്യം എന്നുള്ളത് ആ ഭക്ഷണം, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പോഷകത്തെ അടിസ്ഥാനമാക്കി, അതുപോലെ തന്നെ അതിന്റെ അളവിനെ അടിസ്ഥാനമാക്കി, അത് കഴിക്കുന്ന സമയത്തെ അടിസ്ഥാനമാക്കിയൊക്കെയാണ്. ഇതുപോലെ തന്നെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെ പാലിക്കപ്പെടേണ്ട ചില മര്യാദകൾ വളരെ കൃത്യമായി പാലിക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ, അത് ആത്മീയമാകാം, അതുപോലെ തന്നെ നിയമപരമാകാം, ഒരു വ്യക്തിയുടെ കുടുംബജീവിതം സമാധാനപരമായി പൂർണ്ണമായി നടക്കേണ്ട ഏതൊക്കെ ഇനങ്ങളുണ്ടോ അതൊക്കെ ഓരോ വ്യക്തിയും വളരെ കൃത്യമായി പൂർത്തീകരിക്കുന്നതിലൂടെയാണ് അവിടെ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നത് എന്ന തിരിച്ചറിവാണ് നമ്മുടെ സമൂഹത്തിന് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ആവശ്യം. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള തെറ്റായ ധാരണകളിലേക്ക്, ചിന്താഗതികളിലേക്ക് ആളുകളെ വഴിതെറ്റിക്കുന്ന വലിയ ഒരു വിഭാഗം വളരെ ആസൂത്രിതമായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ക്യാമ്പസുകളിലൊക്കെ തന്നെ വിവാഹ ജീവിതത്തെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള വലിയ ബോർഡുകൾ വരെ സ്ഥാപിക്കപ്പെട്ടതായി നമുക്ക് വായിക്കാൻ സാധിക്കുകയാണ്. ഒരു ക്യാമ്പസിൽ കുട്ടികളെ സ്വാഗതം ചെയ്തുകൊണ്ട് വെച്ച ഒരു ബോർഡിൽ ഉണ്ടായിരുന്നത് ഒരു സ്ത്രീയും പുരുഷനും
പരസ്പരം ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുന്ന, പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാത്ത, എന്നാൽ അതിൽ വളരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ബോർഡ്. അതിലൂടെ അവർ നൽകുന്ന ഒരു സന്ദേശം, ഇത് ആർക്കുമാകാം, എവിടെ വെച്ചുമാകാം, ഏത് വ്യക്തിക്കും പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഈ രീതിയിൽ പ്രവർത്തിക്കാമെന്ന് കേരളത്തിലെ വളരെ പ്രശസ്തമായ ഒരു കോളേജിൽ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക ബോധവൽക്കരണ ക്ലാസ്സിൽ ഒരു പെൺകുട്ടി ചോദിച്ച ഒരു സംശയം, വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ നിശ്ചയിക്കപ്പെട്ട RP എന്ന് പറഞ്ഞ റിസോഴ്സ് പേഴ്സൺ, ഈ ക്ലാസ്സിന് വേണ്ടി നിയോഗിക്കപ്പെട്ട വ്യക്തി പറഞ്ഞത്, അങ്ങനെ എന്താണ് നിങ്ങൾ വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുന്നത്, നിങ്ങളുടെ താല്പര്യം എവിടെ വെച്ചും ആരുമായിട്ടും ആകാമല്ലോ എന്ന മറുപടി പറഞ്ഞതായി ആ ക്യാമ്പസിൽ നിന്ന് പറയപ്പെടുകയുണ്ട്. നമ്മൾ ആലോചിച്ചു എത്രമാത്രം മലീമസമായ അശ്ലീലകരമായ ഒരു ചിന്തഹാരിയിലേക്കാണ് സമൂഹത്തെ ഇത്തരം ആളുകൾ നയിക്കുന്നത്. അതിലൂടെ ഉണ്ടാകുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ രീതിയിൽ വിവാഹവുമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പ്രോത്സാഹനം നൽകാത്ത അവസ്ഥ ഉണ്ടാവുകയും അവരൊക്കെ തന്നെ അതിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവിടെയാണ് നമ്മെ പോലെയുള്ള ചില ആളുകൾ ലിബറൽ ചിന്താഗതിയുമായി ബന്ധപ്പെട്ട് വ്യക്തി സ്വാതന്ത്ര്യം, ഇൻഡിവിജ്വാലിറ്റി എന്ന, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഘടകവിരുദ്ധമായി അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന പ്രവണതയാണ് വിവാഹം ഉണ്ടാക്കുന്നത് എന്ന ചിന്താഗതി നമ്മുടെ പുതുതലമുറയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന വളരെ പ്രശസ്തമായ രാജ്യങ്ങളിൽ പോലും വൈവാഹിക ജീവിതത്തിന് പ്രാമുഖ്യം നൽകുന്ന അവസ്ഥയുണ്ട് എന്ന തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച നാം സൂചിപ്പിക്കേണ്ട ചില രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട വിവാഹ രംഗത്ത് അവർക്കുണ്ടായ കാഴ്ചപ്പാടിലെ വ്യത്യാസമുണ്ട്. മുമ്പ് അവർ ചിന്തിച്ചിരുന്നു, ഇപ്പോൾ അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, അതിന്റെ നന്മ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വൈവാഹിക ജീവിതത്തിലേക്ക് ആ വ്യക്തി പ്രവേശിക്കുക എന്നുള്ളത് നമ്മുടെ ഈ കാലഘട്ടത്തിന്റെയും അതോടൊപ്പം തന്നെ മതപരമായി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മതപൂർത്തീകരണത്തിന്റെയും ആവശ്യമാണ് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. അങ്ങനെ നല്ല ഒരു സമൂഹത്തിനെ നാന്ദി കുറിക്കുന്ന, അങ്ങനെ കെട്ടിപ്പടുക്കപ്പെടുന്ന ഒരു സമൂഹത്തിന് നേതൃത്വപരമായ രംഗത്ത് വരാൻ സാധിക്കുന്ന ഒരു സമൂഹമായി, നല്ല ഒരു സമുദായമായി മാറുവാൻ, നല്ല വ്യക്തികളായി മാറുവാൻ നമുക്ക് ശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد, ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമങ്ങൾ ജീവിതത്തിലൂടെ സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ സമാധാനം, സന്തോഷം ലഭിക്കപ്പെടേണ്ട ഒരു ഇടം എന്നുള്ളത് നമ്മുടെ ഭവനങ്ങളാണ്. വിശുദ്ധ ഖുർആൻ ഭവനത്തെക്കുറിച്ച് പരാമർശിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച പദം മസ്കൻ എന്നാണ്. വിവാഹത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ അവിടെ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമായി സൂചിപ്പിച്ചത് സമാധാനം, സ്വസ്ഥത. അതോടൊപ്പം തന്നെ അങ്ങനെ സമാധാനം, സ്വസ്ഥതയും ദമ്പതിമാർ വളരെ സന്തോഷത്തോടെ, ആമോദത്തോടെ, ശാന്തിയോടെ കൂടി ജീവിക്കേണ്ട ഒരു ഇടമാണ് വീട്. അതിനെ വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നത് മസ്കൻ എന്നാണ്. സമാധാനമുള്ള, സ്വസ്ഥതയുള്ള ഒരു ഇടം. ഇവിടെ വീടുകളിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അവിടെ നമുക്ക് ആശ്വാസവും സമാധാനവും സന്തോഷവും പകരുന്ന ഒരു ഇടമാകേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള വളരെ ബോധപൂർവമായ പ്രവർത്തനങ്ങൾ ആ വീട്ടിലെ ഓരോ അംഗങ്ങളും നിർവഹിക്കുന്നതോടൊപ്പം തന്നെ വളരെ കൃത്യമായ പ്രാർത്ഥനയും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതിപ്രകാരമാണ്. നമ്മളിൽ പല ആളുകൾക്കും അത് അറിയാത്ത ആളുകൾ ഈ പ്രാർത്ഥന കണ്ടെത്തി ഇതൊക്കെ ലഭിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അത്ര പ്രയാസകരമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ അത് അന്വേഷിച്ച് കണ്ടെത്തി ആ പ്രാർത്ഥന പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ പുലർത്തുവാൻ നാം ശ്രമിക്കുക. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജി വഖൈറൽ മഖ്റജി ബിസ്മില്ലാഹി വലജ്നാ വബിസ്മില്ലാഹി ഖറജ്നാ വഅലല്ലാഹി റബ്ബനാ തവക്കൽനാ ثم ليسلم على أهله. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജ്. അല്ലാഹുവേ, ഏറ്റവും നല്ല പ്രവേശന സ്ഥലം ഞാൻ നിന്നോട് തേടുന്നു എന്ന് പറഞ്ഞാൽ നാം പ്രവേശിക്കുന്ന മറ്റു ഇടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും നല്ല പ്രവേശന സ്ഥലമാകേണ്ടത് നമ്മുടെ വീടാണ്. അതുകൊണ്ട് തന്നെ ആ വീട് ഏറ്റവും നല്ല പ്രവേശന സ്ഥലമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അതായിത്തീരുവാൻ ഞാൻ നിന്നോട് സഹായം തേടുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. വഖൈറൽ മഖ്റജ്, അതുപോലെ തന്നെ ഏറ്റവും നല്ല പുറപ്പെടുന്ന സ്ഥലവും ഞാൻ നിന്നോട് തേടുന്നു. നമ്മൾ വീടിനെ സംബന്ധിച്ചിടത്തോളം വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, അതുപോലെ തന്നെ വീട്ടിൽ നിന്ന്
പുറത്തിറങ്ങുമ്പോഴേക്കും ഇവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് കിട്ടി എന്ന ചിന്താഗതിയല്ല ഉണ്ടാവേണ്ടത്, മറിച്ച് ആ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സന്ദർഭത്തിൽ ഇങ്ങോട്ട് തന്നെ വരാനുള്ള ഒരു ആഗ്രഹവും അതുപോലെ തന്നെ താല്പര്യമാണ് ഉണ്ടാവേണ്ടത്. അതാണ് ഏറ്റവും നല്ല പുറപ്പെടുന്ന സ്ഥലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് തുടർന്നുള്ള പ്രാർത്ഥനയിൽ പറയുന്നു, ബിസ്മില്ലാഹി വലജ്ന വ ബിസ്മില്ലാഹി ഖറജ്ന. അല്ലാഹുവിന്റെ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ നിന്റെ നാമത്തിൽ ഞങ്ങൾ പുറപ്പെട്ടിരിക്കുന്നു. വ അലല്ലാഹി റബ്ബനാ തവക്കൽന. അല്ലാഹുവേ, ഈ ഞങ്ങളുടെ രക്ഷിതാവായ നാഥ, നിന്നിൽ ഞങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ അസാന്നിധ്യത്തിൽ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിലെ ഓരോ വ്യക്തിയും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ്. ഒരാളുടെ അസാന്നിധ്യം ചിലപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം, പ്രത്യേകിച്ച് കുടുംബനാഥനും മറ്റുമാണെങ്കിൽ, അതല്ലെങ്കിൽ കുടുംബനാഥയും. അതുപോലെ ഏത് വ്യക്തിയാണെങ്കിലും അയാളുടെ അസാന്നിധ്യം ചില പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന ഈ രീതിയിൽ അവസാനിക്കുന്നു. ഞങ്ങളുടെ രക്ഷിതാവായ നാഥ, നിന്നിൽ ഞങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ മനസ്സുകളിൽ ആത്മാർത്ഥമായ ചിന്തയും ആഗ്രഹവുമാണ് ഇത് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടാവേണ്ടത്. ആ ഭവനം, നാം താമസിക്കുന്ന ഇടം ഏറ്റവും മനോഹരമായ, നമുക്ക് ഏറ്റവും സമാധാനം, സ്വസ്ഥത നൽകുന്ന ഒരു ഇടമായി തീരുവാനുള്ള പ്രാർത്ഥനയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നീട് അവന്റെ വീട്ടുകാർക്ക് സലാം പറഞ്ഞുകൊള്ളട്ടെ, ആ വീട്ടിൽ സലാം പറഞ്ഞുകൊണ്ട് അവൻ പ്രവേശിച്ചു കൊള്ളട്ടെ. നമ്മുടെ വീടുകളിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ നാം എപ്രകാരമാണ് പ്രവേശിക്കുന്നത് ചിന്തിക്കേണ്ടത്. സമാധാനത്തെ നമുക്കറിയാം, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ അല്ലാഹുവിൽ നിന്നുള്ള സമാധാനം നിങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ. അത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ലഭിക്കേണ്ടത് നമ്മുടെ ഭവനങ്ങളിലുള്ള ആളുകൾക്കാണ്. നമ്മളുമായി ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് അവരാണല്ലോ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, അതുപോലെ തന്നെ നമ്മുടെ വല്യപ്പയും വല്യമ്മയും, അങ്ങനെ തുടങ്ങിയ നമ്മുടെ കുടുംബാംഗങ്ങൾ. അവർക്ക് നമ്മളോടുള്ള സ്നേഹം, അല്ലെങ്കിൽ നമുക്ക് അവരോടുള്ള സ്നേഹം, അതിൽ കവിഞ്ഞ ഒരു സ്നേഹം പുറത്ത് എവിടെയും നമുക്ക് കാണാൻ കഴിയും. സുഹൃത്തുക്കളുമായി കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ നാം സലാം പറയാറുണ്ട്. തീർച്ചയായും ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ സലാം കൊണ്ട് അവന്റെ സംസാരം തുടങ്ങണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്ത്. ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസിയുടെ മേലുള്ള ബാധ്യത 6 എണ്ണമാണ് എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. അതിൽ ഒന്നാമതായി പറയുന്നത്, ഇദാ ലഖീതു ഫസല്ലിം അലൈഹി. നീ അവനെ കണ്ടുമുട്ടിയാൽ അവനോട് സലാം പറയുക. ഒരു സമാധാനത്തിന്റെ പ്രാർത്ഥനയാണ്. ഇത് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി നടക്കേണ്ടത് നമ്മുടെ വീടകങ്ങളിലാണ്. ആ വീടകങ്ങളിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് സലാം പറയുവാൻ സാധിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ സലാം കൊണ്ട് തന്നെ അതിനെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. സ്നേഹത്തിന്റെ അവിഭാജ്യമായ ഒരു ഘടകമാണ് സലാം എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ പ്രാർത്ഥന നാം എല്ലാവരും പഠിക്കുക, നമ്മുടെ ജീവിതത്തിൽ പുലർത്തുക എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നാം അത് പ്രാർത്ഥിക്കുക. വീടുകളിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ, ഇതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സന്ദർഭത്തിലുള്ള പ്രാർത്ഥനയും ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് അത് വിശദീകരിക്കാനുള്ള നമ്മുടെ ജീവിതത്തിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാവങ്ങൾ, കുറ്റങ്ങളൊക്കെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവിധങ്ങളായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم